ഇപ്പോൾ ആജ്ഞാചക്രം ഓവറായിട്ട് ആക്ടിവേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അയാൾ പൊട്ടിത്തെറിക്കും, ദേഷ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഡിവൈൻ എനർജി, ഇപ്പോൾ നമ്മുടെ സഹസ്രാര ചക്രം ആക്ടിവേറ്റ് ആയിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുക? ഈശ്വരാധീന കുറവുണ്ടാവും. അപ്പോൾ ആ ദൈവവിശ്വാസ കുറവ് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ പോരായ്മ ഉണ്ടാവും. അപ്പോൾ നമ്മളതിനെ ആക്ടിവേറ്റ് ചെയ്യണം. അതിന് ബ്രഹ്മരന്ധ്രം ഓപ്പൺ ചെയ്യാന്ന് പറയും. അത് നമുക്ക് എനർജി കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് സെൽഫായിട്ട് ചെയ്യാം. ആ സെൽഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ചക്ര ആക്ടിവേഷൻ, ചക്രങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കാം, ഇതിനെപ്പറ്റി സംസാരിക്കാൻ റേക്കി മാസ്റ്ററായ ശ്രീ ഷാജി രാമൻ സാർ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം സാർ. നമസ്തേ. ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ചക്രങ്ങളെ എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം, അതിൻ്റെ ബ്ലോക്കുകളൊക്കെ എങ്ങനെ മാറ്റാം? നമ്മൾ ചക്രകൾ എന്ന് പറഞ്ഞാൽ, ചക്രം സാധാരണ ഒരു വണ്ടി ചക്രം പോലെയുള്ളതല്ല ഈ പറയുന്ന ചക്രകൾ എന്ന് പറഞ്ഞാൽ. ഒരു മനുഷ്യ ശരീരത്തിലെ ഊർജ്ജതല കേന്ദ്രങ്ങളെയാണ് നമ്മൾ ചക്രകൾ എന്ന് പറയുന്നത്, ഗ്ലാൻസുകൾ എന്ന് പറയും. നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ ഷുഗറുള്ള ആളുകളുടെ എന്തുകൊണ്ടാണ് ഷുഗർ വരുന്നത്, അപ്പോൾ പറയുന്നത് പാൻക്രിയാസ്, പ്ലീഹ ഒക്കെ അതിൻ്റെ ആ ഹോർമോൺസിൻ്റെ പ്രൊഡ്യൂസ് കുറയുന്ന സമയത്താണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചില ആളുകൾ നമ്മൾ പറയാറുണ്ട്, അവനൊരു സ്നേഹമില്ല, അവൾക്ക് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ഹൃദയചക്രയായിട്ട് ബന്ധപ്പെട്ടതാണ്, ഹാർട്ട് ചക്രയായിട്ട് ബന്ധപ്പെട്ടതാണ്. ചില ആളുകൾക്ക് ദേഷ്യം വരാറുണ്ട്, അപ്പോൾ അത് മുൻകോപം ഉണ്ടാവാറുണ്ട്. ചില ആളുകൾക്ക് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുക, ഇതെല്ലാം നമ്മുടെ ത്രോട്ട് ചക്ര, ആജ്ഞാചക്രയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മുടെ സാധാരണ മനുഷ്യർ ഒരുപാട് ചക്രകളുണ്ട്, മനുഷ്യരിൽ ഒരുപാട് ചക്രകൾ ഉണ്ടെങ്കിൽ പോലും ഉപചക്രകളായിട്ടുള്ള ഒരുപാടുണ്ട്. എങ്കിൽ പോലും നമുക്ക് 7 ചക്രാസാണ് സാധാരണ പ്രധാനമായിട്ട് 7 ചക്രാസ് എടുക്കുക. അത് നമ്മൾ മൂലാധാരം മുതൽ അതുപോലെ സേക്രൽ ചക്ര, ഞാൻ റേക്കിയും പ്രാണി ഹീലിങ്ങും ഒക്കെ പഠിച്ചതുകൊണ്ട് ഈ ചക്രകൾക്ക് തന്നെ പലതരം പേരുണ്ട്. ഇപ്പോൾ മൂലാധാരം നമ്മൾ ബേസിക് ചക്ര എന്ന് പറയും, അതുപോലെ തന്നെ റൂട്ട് ചക്ര എന്ന് പറയും, അതുപോലെ തന്നെ സേക്രൽ ചക്ര, അതിന് സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയാറുണ്ട്. പിന്നെ നമ്മൾ നേവൽ എടുക്കാറില്ല, അത് പ്രാണി ഹീലിങ്ങിൽ എടുക്കാറ്, നേവൽ ചക്ര. പിന്നെ മണിപൂര ചക്ര, ഈ സോളാർ പ്ലെക്സസ്. പിന്നെ ഹെഡ് ചക്രയാണ് അനാഹത ചക്ര എന്ന് പറയുന്നത്. പിന്നെ വിശുദ്ധി, ത്രോട്ട് എന്ന് പറയാം, കണ്ഠചക്ര എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ആജ്ഞാചക്ര, ആ രൂപത്തിൽ തന്നെയാണ്. പിന്നെ ദിവൈൻ ചക്ര നമ്മൾ സഹസ്രാര ചക്ര, അത്തരത്തിലുള്ള 7 ചക്രാസ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ആധാരങ്ങളുണ്ട്. ഈ ചക്ര ആക്ടിവേഷനിൽ വരുന്ന സമയത്ത് ആധാരങ്ങൾ കൂടെ എടുക്കണം. 9 അതിൻ്റെ മുകളിലേക്കുണ്ട്, നിരാധാരം, ഗുരുമണ്ഡലം, പരവിന്ദ്, പരനാഥം എന്നൊക്കെ പറഞ്ഞ് വേറെയും സെക്ഷൻ വരുന്നുണ്ട് അതിനകത്ത്. അതിലേക്ക് നമുക്ക് കൂടുതൽ പോകണ്ട, കാരണം അത് ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റാൻ, ഒരു ദേഷ്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മടിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മടിയനാണ്, അവൻ തൊഴിൽ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ മടിയുള്ള ഒരാളാണെങ്കിൽ, വെറുതെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബേസ് ചക്ര ഡൗൺ ആയിരിക്കും. അതായത് ഓരോ ചക്രകൾക്കും മാനസികവും ശാരീരികവുമായിട്ട് ഫിസിക്കൽ ലെവലിലുള്ള ഇമോഷൻസ്, അതേപോലെ എല്ലാം മാനസിക തലത്തിലെല്ലാം ഓരോ ചക്രയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ബേസ് ചക്ര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരുടെ ഫിസിക്കൽ ലെവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരീരത്തെ ബാധിക്കുന്നത് നമ്മുടെ അസ്ഥി, നാഡി, ഞരമ്പുകൾ, പേശികളെല്ലാം അത് ബാധിക്കും. അതിൻ്റെ മാനസിക തലത്തിലെടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരാണ് മടി വരുന്നത്. മടി വരിക, വെറുതെ ഉറങ്ങുകയുള്ളൂ, കിടന്നുറങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഹേർട്ടിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ വിശുദ്ധി ചക്ര എടുക്കാൻ, ആ വിശുദ്ധി ചക്ര എടുക്കുമ്പോൾ നമ്മൾ അതിയായ സംസാരം, ഓവർ ആക്ടിവേഷൻ ആയിട്ടിരുന്നാലും പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ചക്രാസിനെ നമ്മൾ ബാലൻസ് ചെയ്യണം. ഹീലിംഗ് ടെക്നിക്കിലൂടെ 2 തരത്തിൽ ചെയ്യാം. നമ്മൾ ഒന്ന് ചക്ര ആക്ടിവേഷൻ സിസ്റ്റം പഠിക്കുന്നതിലൂടെ സ്വയം പാചകം ചെയ്ത് കഴിക്കുന്നത് പോലെയാണ്. അല്ലാതെ ചക്ര ആക്ടിവേഷന് വേണ്ടിയിട്ട് ചില ആളുകൾ നമ്മൾ സമീപിക്കുന്ന സമയത്ത് നമ്മൾ ഹീലിംഗ് പ്രോസസ്സാണ് അവിടെ കൊടുക്കുന്നത്. ചക്രകളെ നമ്മൾ താൽക്കാലികമായിട്ട് ആക്ടിവേറ്റ് ചെയ്യണം. ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന പോലെ, ഹോട്ടലിൽ പോയി പൈസ കൊടുത്താൽ അപ്പം തന്നെ കിട്ടും എന്ന് പറഞ്ഞ പോലെ. പക്ഷെ അത് നിലനിൽക്കില്ല. അപ്പോൾ അതുകൊണ്ട് മിക്ക ആളുകളോടും ഞാൻ പറയുന്നത്, ഞങ്ങൾ ചക്ര ആക്ടിവേഷൻ സിസ്റ്റം പഠിക്കൂ എന്ന് പറയും. അപ്പോൾ അതിന് ഓരോ മന്ത്രങ്ങളുണ്ട്, ഓരോ മന്ത്രങ്ങളും കളറുകളും ഒക്കെ ഉണ്ട്, ഓരോ ചക്രയായിട്ട് ബേസ് ചെയ്തിട്ട് 7 ചക്രാസിനും മന്ത്രങ്ങളും അതിൻ്റെ ഇതെല്ലാം വെച്ചിട്ട് വേണം ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. അതല്ലാതെ ഒരു വ്യക്തി വരികയാണെങ്കിൽ, എനിക്ക് മടിയാണ്, എനിക്ക് അമിതമായ സംസാരമാണ്, എനിക്ക് ഒരാളുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല, അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ആ സാമ്പത്തിക പ്രശ്നം ഒക്കെ വരുന്നത്, അതെല്ലാം സാമ്പത്തിക പ്രശ്നം നമ്മുടെ ബേസിക് ചക്രയായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ നമ്മുടെ മണിപൂര ചക്രയായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ സംസാരം കൊണ്ട് അത് എല്ലാ ചക്രാസും നോക്കണം, ഇത് ബാലൻസിങ് ആണോ നോക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട്
ഒരാളുടെ ആക്ടിവേറ്റ് ആയിട്ട് ആണ് ഇരിക്കുന്നത്, ഇപ്പോൾ അജാചക്രം ഓവറായിട്ട് ആക്ടിവേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അയാൾ പൊട്ടിത്തെറിക്കും, ദേഷ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഡിവൈൻ എനർജി, ഇപ്പോൾ നമ്മുടെ സഹസ്രാരചക്രം ആക്ടിവേറ്റ് ആയിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുക? ഈശ്വരാധീന കുറവുണ്ടാവും. അപ്പോൾ ആ ദൈവവിശ്വാസ കുറവ് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ പോരായ്മ ഉണ്ടാവും. അപ്പോൾ നമ്മളതിനെ ആക്ടിവേറ്റ് ചെയ്യണം. അതിന് ബ്രഹ്മരന്ധ്രം ഓപ്പൺ ചെയ്യാന്ന് പറയും. അത് നമുക്ക് എനർജി കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇത് സെൽഫായിട്ട് ചെയ്യാം. ആ സെൽഫായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ സ്വഭാവം എങ്ങനെയാണ് സെൽഫായിട്ട് ആക്ടിവേറ്റ് ചെയ്യാനുള്ളൊരു ടെക്നിക്ക്? അതിന്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു ക്ലാസ് ആണ്. അതൊരു 2, 3, 4 ക്ലാസ്സിലൂടെയാണ്. ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 7 ചക്രാസ് ആക്ടിവേറ്റ് ചെയ്യാൻ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷെ അത് പ്രാക്ടീസ് ഉണ്ട്. അതിന് മന്ത്രങ്ങൾ, ഞാൻ പറഞ്ഞു, കളറുകളുണ്ട്, മന്ത്രങ്ങളുണ്ട്, എതളുകളുണ്ട്. അപ്പോൾ ഇതിന് വെച്ചിട്ടാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ചില ഭക്ഷണങ്ങൾ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും. ഭക്ഷണങ്ങൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ചില പച്ചില മരുന്നുകളുണ്ട്, പച്ചിലകളുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ സിദ്ധമൂലികയൊക്കെ ഉപയോഗിച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്യാം. പക്ഷെ അത് സ്ഥായിയായിട്ട് നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശപ്പിന് ഭക്ഷണം കഴിക്കുന്ന പോലെയാണ്. ആ ടൈപ്പ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? വീണ്ടും പിന്നെ വിശക്കും എന്ന് പറഞ്ഞ പോലെയാണ്. പക്ഷെ ഇതല്ല. ഇത് നമ്മൾക്ക് സെൽഫായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തോന്നുന്ന സമയത്ത് ചെയ്താൽ മതി. കൃത്യമായിട്ട് നമുക്ക് സമയം പറയുന്നുണ്ട്. ബ്രാഹ്മമുഹൂർത്തത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നന്നായിരിക്കും. അത് ഏതുതരം മെഡിറ്റേഷനോ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ബ്രാഹ്മമുഹൂർത്തമാണ് എപ്പോഴും. അതുപോലെ തന്നെ ചില പ്രകൃതി എനർജികളുണ്ടല്ലോ, അത് ഈ ചക്രാസിനെ എഫക്റ്റ് ചെയ്യും. അതിന് നമ്മൾക്ക് ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ക്രിസ്റ്റലുകൾ ഉപയോഗിക്കാം. ചില 7 ചക്രാസ് ക്രിസ്റ്റലുണ്ട്. പക്ഷേ ആ ക്രിസ്റ്റല് വെറുതെ നമ്മൾ കുറേ ക്രിസ്റ്റൽ വാങ്ങിച്ചിട്ട് 7 ചക്രാസ് ക്രിസ്റ്റൽ വാങ്ങിച്ചിട്ട് പല കളറുണ്ട്. അത് അങ്ങ് വെറുതെ വെച്ചുകൊണ്ട് കാര്യമില്ല. മിക്കവരും ഞാൻ എൻ്റെ ആക്ടിവേറ്റ് ചെയ്തോളാം, 7 ചക്രാസ് ക്രിസ്റ്റൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, വിലപിടിപ്പുള്ള ക്രിസ്റ്റലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇത് ഞാൻ വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അതേ ചക്രയിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആവില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന് നമ്മളൊരു റേക്കി ഒക്കെ പഠിച്ച ആൾ അതിനകത്ത് എനർജൈസ് ചെയ്ത് പ്രോഗ്രാമിംഗ് ചെയ്യണം ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിലുണ്ട് ചക്രാസും കാര്യം, അതിൻ്റെ പെൻഡിലും മറ്റേ ഇതെല്ലാം മുമ്പ് ഉണ്ട്. 7 ചക്രാസ് ഉണ്ട്. അപ്പം ആ ചക്രാസ് പ്രോഗ്രാം ചെയ്തിട്ട് വെക്കണം. അതിപ്പോൾ അസുഖത്തിനാണെങ്കിൽ പോലും അതെ. ഇപ്പോൾ ഒരു ഹെഡേക്ക് ഉള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു കാലിന് പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അത് മാറും. അവിടെ കുറച്ച് ഏതാനും സമയം കഴിയുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോൾ ബോഡി ആക്ടിവേറ്റ് ചെയ്യാൻ, ഊർജ്ജസ്വലമാവാനായിട്ട് ഉപ്പ് ക്രിസ്റ്റല്, അതിൽ ക്രിസ്റ്റലിൽ ഏറ്റവും വില കുറഞ്ഞ കല്ലുപ്പ്, അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ കടലിലൊക്കെ കുളിക്കുന്ന ആളുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് 2 തരത്തിലാണ് കിട്ടുന്നത്. ഒന്ന് സണ്ണിൽ നിന്ന് കിട്ടുന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളത്തിന്, ഉപ്പ് വെള്ളത്തിൽ നിന്ന്. അവിടെ ആ ക്രിസ്റ്റലിൽ ഏറ്റവും വില കുറഞ്ഞതാണ് ഉപ്പ്. മറ്റോ റോ ക്രിസ്റ്റലും ഇതൊക്കെ വേറെ ഒരുപാട് ക്രിസ്റ്റൽസും ഉണ്ട്. പലതും പല അമത്തിസ്റ്റിൻ്റെ ഒക്കെ ക്രിസ്റ്റൽ, പല ടൈപ്പ് ക്രിസ്റ്റലുണ്ട്. അപ്പോൾ ഈ ഉപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുളിക്കുന്നതിലൂടെ നെഗറ്റീവ് എനർജി അവിടെ റിമൂവ് ആവും. നെഗറ്റീവ് എനർജി പോയി പോസിറ്റീവ് എനർജി ഉണ്ടാവും. പക്ഷേ ഇത് തുടക്കക്കാരൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ കുളിക്കാത്തവർ കുളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മയക്കം ഉണ്ടാവും, ഉറക്കം വരും. അതങ്ങനെ കുറച്ച് ദിവസം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നെഗറ്റീവ് എനർജി പോകുന്ന സമയത്താണ് അത് ഉറക്കം വരുന്നത്. അപ്പോൾ നമ്മൾ ഹീൽ ചെയ്യുന്ന സമയത്ത് അതുപോലെ ചില ആളുകളൊക്കെ നമ്മൾ ഡിസ്റ്റൻറ്റ് ഹീലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിലും വീട്ടിൽ വരുന്ന സമയത്ത് ഡയറക്റ്റ് ഹീൽ ചെയ്യാൻ അവർ ഉറക്കം വരും. ആ മുൻകൂട്ടി പറയും നിങ്ങൾക്ക് ഉറക്കം വരാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്ന് പറയും. കാരണം ആ നെഗറ്റീവ് പോകുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്. പിന്നെ എനർജി കൂടിയാലും പ്രശ്നമാണ്. എനർജി നമ്മൾ കൂടുതൽ കൊടുത്താൽ ഇപ്പോൾ അധിക ഭക്ഷണം കഴിച്ചാൽ എന്താ, ഇപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നും കഴിച്ചു, 2 കല്യാണത്തിനും കഴിച്ചു, സുഹൃത്തിൻ്റെയും വീട്ടിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നമ്മൾ മയങ്ങിക്കിടക്കുക ചെയ്യാം. എന്ന് പറഞ്ഞ മാതിരി അതിനെ ബാലൻസ് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്റ്റൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് പറയണം. അത് നമ്മൾ എനർജി കൈകളിലൂടെ കൊടുക്കുന്ന എനർജി ആണെങ്കിലും അതിനെ ബാലൻസ് ചെയ്താൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ അതങ്ങനെ 2 തരത്തിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ അറിവുകളെല്ലാം സാറിന് ഇനിയും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി സാർ. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ABC മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത്. നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി 75 പേജുകളടങ്ങിയ ജാതകം, നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.